മോർ ദാൻ ബിസിനസ്സിൽ ഇന്ന് നമ്മളുള്ളത് രാഗം തിയേറ്ററിലാണ്. തിയേറ്ററുകളുടെ രാജാവ് അത് രാഗം തന്നെയാണ്. തൃശ്ശൂരുകാരുടെ എക്കാലത്തും പ്രിയപ്പെട്ട രാഗം തിയേറ്ററിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക്. രാഗം തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി നമ്മോടൊപ്പം ഉള്ളത് രാഗം തിയേറ്ററിൻ്റെ പ്രൊപ്പറേറ്ററും സിനിമാ നിർമ്മാതാവും AK സുനിൽ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഇതുവരെ നമ്മുടെ രാഗം തിയേറ്റർ കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്കിംഗ് ഉള്ള സിംഗിൾ സ്ക്രീൻ എന്നുള്ളൊരു പദവി നിലനിർത്തി പോന്നിട്ടുണ്ട്. അത് ഏകദേശം 7 വർഷമായിട്ട് ഞാനത് ഏറ്റെടുത്ത് നടത്തിയതിന് ശേഷമുള്ള ഒരു എനിക്ക് സന്തോഷകരമായിട്ട് പറയാവുന്നൊരു എന്താ പറയുക അച്ചീവാണ്. ഈ ഒരു സംഭവം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മൾ അതിൻ്റേതായിട്ടുള്ള കാലത്തിനൊത്തിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ അത് എന്താ പറയുക പ്രേക്ഷകരെ അത് നിരാശപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ട്രെൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും മോസ്റ്റ് മോഡേൺ പ്രൊജക്ടർ ക്രിസ്റ്റി എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ അതിൻ്റെ സ്പെക്കിനനുസരിച്ചിട്ടുള്ള സ്ക്രീൻ നമ്മൾ ഹാർക്കനസ് എന്ന കമ്പനിയുടെ മുമ്പ് ഹാർക്കനസിൻ്റെ തന്നെയായിരുന്നു. ആ വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയാണ്. അതിൻ്റെ ഹ്യൂഗോ എന്ന് പറയുന്ന പുതിയൊരു ടൈപ്പ് സ്ക്രീനാണ് ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതും കൂടാതെ നമ്മളിപ്പോൾ എന്താ പറയുക അതിൻ്റെ കംപ്ലീറ്റ് അക്വസ്റ്റിക് എന്ന് പറയും. തിയേറ്ററിൻ്റെ സൈഡിൽ സൗണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതും സൗണ്ടിനെ കുറേ കൂടി ക്ലാരിഫിക്കേഷൻ വരുത്തുന്നതുമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആക്കുന്നതുമായിട്ടുള്ള സൈഡിലുള്ള അക്വസ്റ്റിക്കുകൾ അത് കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റുകളെല്ലാം നല്ലൊരു പുതിയൊരു രീതിയിൽ മോഡേൺ രീതിയിലേക്ക് സീറ്റുകൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക ഒരു പുതിയ തിയേറ്റർ ഏകദേശം ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള മാറ്റങ്ങൾ നമ്മളിവിടെ മാക്സിമം നല്ല രീതിയിൽ വരുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിരക്ക് നമുക്ക് കൂട്ടാം, അതിന് കുഴപ്പമില്ല. പക്ഷേ സാധാരണക്കാരുടെ തിയേറ്ററാണ് രാഗം അന്നും ഇന്നും എന്നും. അപ്പോൾ സാധാരണ ജനങ്ങൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ എപ്പോഴും ഫസ്റ്റ് അവർ ചിന്തിക്കുന്നത് ബഡ്ജറ്റാണ്. അപ്പോൾ ആ ബഡ്ജറ്റിൽ നമുക്ക് മാറ്റങ്ങൾ നമ്മളിവിടെ വരുത്തി എന്നുള്ളതിൻ്റെ പുറത്ത് ആ ബഡ്ജറ്റ് സാധാരണക്കാരെ നമ്മൾ ക്രാഷ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ ഒരു ഇത് ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് നമുക്ക് രാഗത്തിനൊരു പോസിറ്റീവായിട്ട് രാഗത്തിൻ്റേതായിട്ടുള്ളൊരു ഫാൻസ് ഉണ്ട്, രാഗത്തിൻ്റേതായിട്ടുള്ളൊരു പ്രേക്ഷകരുണ്ട്. അവരൊരിക്കലും അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ലാഭം നമുക്ക് കുറഞ്ഞാലും പ്രേക്ഷകരെ സന്തോഷപ്പെടുത്തുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബിസിനസ് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എമ്പുരാൻ റിലീസാവുന്നതിന് കുറച്ചൊരു അനിശ്ചിതത്വമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു റിലീസ് ഡേറ്റിൻ്റെ. ഇപ്പോൾ അതെന്തായാലും ഫിക്സ് ആയി കഴിഞ്ഞു. എമ്പുരാൻ 27-ന് തന്നെ റിലീസാണ്. അപ്പോൾ ഫാൻസുകാർ ഓൾറെഡി ഇവിടെ എത്തി അവരുടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫാൻസ് ഷോ അത് 6 മണിക്ക് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫാൻസ് ഷോ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഫാൻസുകാരുടേതായിട്ടുള്ള കുറേ എന്താ പറയുക ആക്ടിവിറ്റീസ് അത് ഇവരിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ജനങ്ങളുടെ റിയാക്ഷൻ അത് വളരെ ഡെഡ്ലി റിയാക്ഷനാണ്. കാരണം ആര് പരിചയമുള്ളവർ ഇപ്പോൾ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവരും വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അറിയാം ചേട്ടാ എമ്പുരാൻ മറക്കണ്ട ടിക്കറ്റ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ആ ഒരു സിനിമേനെ സ്നേഹിക്കുന്നു, അതുവഴി നമ്മുടെ തിയേറ്ററിനെ സ്നേഹിക്കുന്നു. കാരണം ഇപ്പം എൻ്റെ അറിവിൽ കേരളത്തിലുള്ള എല്ലാ തിയേറ്ററിലും എമ്പുരാൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഏത് തിയേറ്ററുകാരും ഓക്കെ പറഞ്ഞാലും അവൻ എമ്പുരാൻ കൊടുക്കും, അതിലൊരു മാറ്റമില്ല. പക്ഷേ ആളുകളെല്ലാവരും രാഗത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ വിജയവും രാഗത്തിൻ്റെ വിജയവും വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ തയ്യാറായി മാക്സിമം നല്ല സർവീസ് ഇവിടെ കൊടുക്കാനായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഷോലെ സിനിമ ഇവിടെ കളിക്കുമ്പോൾ മുകളിലേക്ക് കോയിൻ ഇടുമ്പോൾ ഗബർ സിംഗ് കോയിൻ ഇടുമ്പോൾ ആളുകൾ സീറ്റിൻ്റെ ഇടയിൽ കോയിൻ തപ്പിയിരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു സൗണ്ട് സിസ്റ്റം പണ്ടേ ഉള്ളതാണ്. ആ സൗണ്ട് സിസ്റ്റം അല്ല, ആ സൗണ്ടിൻ്റെ ആ ഒരു എക്കോ വരുന്നൊരു സംഭവമുണ്ട്. അത് ചില സംഭവങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും ചില തിയേറ്ററുകൾക്ക്. എൻ്റെ അറിവിൽ അത് കേരളത്തിൽ രാഗത്തിന് വളരെ നല്ല രീതിയിലൊരു ദൈവാനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഏതൊരു ശബ്ദം രാഗത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പ്രതിധ്വനിച്ചാലും അതിന് കൃത്യമായൊരു ആക്ഷനും അതിൻ്റേതായിട്ടുള്ളൊരു സൗണ്ട് എഫക്റ്റും നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്. അത് നമ്മൾ കളയാതെ സൂക്ഷിക്കുക, മാക്സിമം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. അത് മാത്രമേ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതൊരു എന്താ പറയുക ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ്ങിൽ വരുന്ന ഒരു ലക്ക്. ഇതാണ് രാഗത്തിൻ്റെ ഒരു പ്രധാനം. കാരണം എത്രയോ തിയേറ്ററുകൾ, രാഗം വരുന്നതിന് മുമ്പും തിയേറ്ററുകളുണ്ട്, രാഗം വന്നതിന് ശേഷവും തിയേറ്ററുകളുണ്ട്.
പക്ഷെ ആളുകൾ രാഗത്തിന് ഇഷ്ടപ്പെടുന്നത് ആ നേച്ചുറൽ ബ്യൂട്ടി ഓട്ടോമാറ്റിക്കലി രാഗത്തിനുള്ളത് കൊണ്ടാണ്. ഇനി ഡോൾബിയുടെ ഒരു പുതിയൊരു സംവിധാനം ഇവിടെ, അത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോൾബി കമ്പനിയായിട്ട്. അവരുടെ ഒരു പുതിയൊരു വേർഷൻ അവർ കേരളത്തിൽ ഇപ്പോൾ എറണാകുളത്തൊരു സ്ഥലത്ത് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പുതിയ എന്തെങ്കിലും വേർഷൻസ് നമ്മളിവിടെ പരീക്ഷിക്കണം എന്നൊരാഗ്രഹം ഉണ്ട്. പിന്നെ കാലപ്പഴക്കം കുറച്ചുള്ള ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ മാറ്റങ്ങൾ ഫിസിക്കലി വരുത്താൻ നമുക്കൊരു ബുദ്ധിമുട്ട് പ്രാക്ടിക്കലി ഉണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ തീരുമാനിക്കും. പുതിയ പ്രൊജക്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനുള്ള ഉദ്ദേശപ്പില്ല. കാരണം ഭയങ്കരമായ റിസ്ക്കിലാണ് ഇപ്പോൾ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ, നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടണമെങ്കിൽ തന്നെ വർഷങ്ങളുടെ കാത്തിരിപ്പ്. പിന്നെ ഒരു കഥ, നല്ല കഥ കിട്ടുക എന്ന് പറയുമ്പോൾ ആ നല്ല കഥ സെലക്ട് ചെയ്യുക, ആ കഥയ്ക്ക് പറ്റിയ ആർട്ടിസ്റ്റ്, പിന്നെ അതിന് പറ്റിയ സംവിധായകൻ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് വേണം ജനങ്ങളത് സ്വീകരിക്കില്ല എന്നുള്ളത് തീരുമാനിക്കാം. ആ സെറ്റ് ചെയ്യുന്നത് ആ കൊറോണ വന്നതിന് ശേഷം ആ സെറ്റിങ്ങും ആ എന്താ പറയുക ക്ലാരിറ്റിയിലുള്ള സംഭവങ്ങളും ഇതൊന്നും എനിക്ക് തൃപ്തിയായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല. തീർച്ചയായും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള അടുത്ത കാര്യങ്ങൾ ചെയ്യും. രസകരമായൊരു സാഹചര്യത്തിലാണ് തിയേറ്റർ ഞാൻ ഏറ്റെടുക്കേണ്ട ഒരു ഇത് വരുന്നത്. ഞാൻ സിനിമയിൽ കുറച്ച് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 2 സിനിമയിൽ ഒന്നിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടം വന്നു എനിക്ക്. ഭയങ്കരമായിട്ടുള്ള നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹ്യൂജ് ലോസ് വന്നു. അപ്പോൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകുക എന്നുള്ളതൊക്കെ നിർത്തി വേറെ എന്തെങ്കിലും കച്ചവടമോ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇറങ്ങാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഈ റൗണ്ടിൽ കൂടെ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴാണ് പെട്ടെന്ന് രാഗം പൂട്ടിക്കിടക്കുന്നൊരു സാഹചര്യം കാണുന്നത്. പൂട്ടിക്കിടക്കുക മീൻസ് ക്ലോസ് ചെയ്തിട്ട് ഷട്ടറൊക്കെ ഇട്ടിട്ട് ആകെ ഒരു ഇതിലായിട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഈ രാഗം സത്യം പറഞ്ഞാൽ വാങ്ങി വിറ്റാലോ, കുറച്ച് സാമ്പത്തികം കിട്ടില്ലോ. ഈ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ആദ്യം തിയേറ്ററിലേക്ക് വരുന്നത്. വന്ന തിയേറ്ററിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്ററായി. ഉള്ളിൽ കയറി നോക്കുമ്പോഴാണ് വളരെ ദയനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സീറ്റുകളൊക്കെ അങ്ങനെ ഒന്നിച്ച് പഴയ ഓണർ ഇത് ഡിമോളിഷ് ചെയ്ത് വിൽക്കാനുള്ളൊരു ഐഡിയ ആയിരുന്നു. ജോർജ് ഏട്ടൻ എന്ന് പറയും അദ്ദേഹം. അപ്പോൾ ആ സീറ്റുകളൊക്കെ പഴയ സീറ്റുകളൊക്കെ ഇങ്ങനെ മല പോലെ കൂട്ടിയിട്ട് 5-6 വർഷം അതിങ്ങനെ കൂട്ടിക്കെടുക്കുമ്പോൾ അതിലുണ്ടാവുന്ന ചെറിയ പ്രാണികൾ പോലുള്ള ഇതുകൾ, അത് ഞാൻ എൻ്റെ ഹോളിൽ കയറി അറ്റം വരെ നടന്ന് തിരിച്ചുകൊണ്ട് വരുമ്പോൾ എൻ്റെ 2 കൈയും ഇങ്ങനെ ഈ പ്രാണികൾ കടിച്ചിട്ട് വീർത്തു തടിച്ചിട്ട്. നിലത്തൊക്കെ നോക്കുമ്പോൾ രാഗത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള റാമ്പ് മുഴുവൻ ഈ കോഴിച്ചോര, മരപ്പട്ടിയോ എന്തോ ജീവികളൊക്കെ കൊണ്ടുവന്നിട്ട് കടിച്ചിട്ട് ഇതൊരു എന്താ പറയുക, ഒരു ഡാർക്ക് ബംഗ്ലാ പോലുള്ളൊരു ദയനീയാവസ്ഥ. അപ്പം ഞാൻ മനസ്സിലാക്കി ഇതൊരാളെ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യാൻ ശ്രമിച്ചാൽ വരണവൻ അപ്പം തന്നെ ഓടിപ്പോകും. ആ നിലയ്ക്കായിരുന്നു ഈ രാഗത്തിൻ്റെ ഉൾവശം. അപ്പം ഞാനിതിൻ്റെ പഴയ ഓണർ ജോർജ് ഏട്ടനെ സമീപിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ജോർജ് ഏട്ടാ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഒരാളെ ബൈ ചെയ്യാൻ എന്തെങ്കിലും നോക്കിയാൽ നടക്കില്ല, അപ്പോൾ കുറച്ചും കൂടി അതൊന്ന് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒറ്റ വാക്കിനെ പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നീ അതെന്തെങ്കിലും ചെയ്യും, ക്ലിയർ ആക്കാം, നമുക്കൊരു ടൈംസിൽ പോവാം. അങ്ങനെ ആ സമയത്ത് ഒരു തിയേറ്റർ സിനിമ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നല്ലാതെ തിയേറ്ററിനെ പറ്റി ഒന്നും കാര്യമായിട്ട് അറിയില്ല. എങ്കിലും പണ്ട് ഞാൻ രാഗത്തിൽ വന്ന നമ്മൾ തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ഉള്ളൊരു നൊസ്റ്റാൾജിയ, അതായത് രാഗം എന്ന് പറയുന്ന ആ സ്നേഹം, ഞാനത് ബിസിനസ്സാക്കാൻ വന്നതാണെങ്കിൽ പോലും അതിൻ്റെ അന്നത്തെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. തീർച്ചയായും നമുക്കത് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പാടില്ല. നമ്മുടെ രാഗം തിരിച്ചു വേണം എന്നുള്ളൊരു വാശിപ്പുറത്ത് ഓരോ ദിവസവും എൻ്റെ പല സുഹൃത്തുക്കളെ ഇങ്ങനെ ഫോൺ ചെയ്യും. ഏതാണ് നല്ല സ്ക്രീൻ, ഏതാണ് നല്ല പ്രൊജക്ടർ, സീറ്റ് എങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഓരോന്നും ഒരു വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം ഞാൻ ഈ സീറ്റിൽ ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഇതിനെപ്പറ്റി ഓരോരുത്തരോട് ചോദിച്ച് പഠിച്ച്. ഇതിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് രാഗത്തിൻ്റെ ഒരു പഴമയുണ്ട്. ഇത് നമ്മൾ മാറ്റിയിട്ട് ഒരു മോഡേൺ സാധനമാക്കി ജനങ്ങൾക്ക് കൊടുത്താൽ അവർ സ്വീകരിക്കില്ല. ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും, അതൊരു നല്ല വെല്ലുവിളിയായിരുന്നു. പക്ഷേ എങ്കിലും എന്താ പറയുക, എൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെയും പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടും കൂടി എനിക്കതിൽ കുറേയൊക്കെ വിജയിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ സാമ്പത്തികമായിട്ടും മറ്റുള്ളതിലും പല വെല്ലുവിളികളും എനിക്കുണ്ടായിരുന്നു. എങ്കിലും അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ നേരിട്ട് മറ്റ് ഒരാളുടെയും പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവമോ ഇല്ലാതെ എനിക്കിത് റെനോവേറ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് ഈ 7 വർഷവും എനിക്കിത് ഓടിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഇതാണ് ഈ രാഗം
പഴയ രാഗത്തിൽ നിന്ന് പുതിയ രാഗത്തിലേക്ക് വന്ന ഒരു മാറ്റം. അതിനിടയിൽ ലീഗലായിട്ടും പല പല പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു. അതിലെല്ലാം നമുക്കത് കവർ ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എടുത്തു പറയാവുന്നതാണ് നമ്മുടെ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തൃശ്ശൂരിലെ. എന്തൊരു സംഭവം വന്നു എന്ന് പറഞ്ഞാലും ഒരു ഫോൺ ചെയ്താൽ ഉടനെ വണ്ടി എത്തും. നമുക്ക് എന്ത് സഹായം വേണമെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ കോർപ്പറേഷനായാലും എല്ലാ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് വളരെ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാപനം എനിക്കൊരു കുഴപ്പമില്ലാതെ റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് റിന്യൂവേഷനിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് റിന്യൂവേഷനും ഇതുപോലെ തന്നെ എന്താ പറയുക, വേറെ ഒരാളുടെയും പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സഹായം ഇല്ലാതെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലേസർ പ്രൊജക്ട് ഇൻസ്റ്റാൾ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ സ്വയം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അതിന് സർവേശ്വരനോട് ഞാൻ നന്ദി പറയും. ഈ രാഗവും ഇതുപോലെ തന്നെ ഇത് മുൻപ് ചെയ്ത ക്ലാങ് സിസ്റ്റേഴ്സിൻ്റെ ആ ഒരു എഫേർട്ടിന് വന്ന റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ എല്ലാ ഭാഗത്തിരുന്നാലും വിഷ്വൽസ് ക്ലിയർ ആവുക, അതുപോലെ തന്നെ ആ ശബ്ദത്തിൻ്റെ ആ ഒരു മാധുര്യം, അതുപോലെ തന്നെ ആളുകൾ ഇഷ്ടപ്പെടുക. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ഒരു തിയേറ്ററിനും ഇത്രയും ഫാൻസ്, അതായത് ഇപ്പോൾ രാഗത്തിൻ്റെ പേജ് ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്ത് ഫാൻസ് ഉണ്ട്. ഇൻസ്റ്റയിലും അത്യാവശ്യം നല്ല ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫാൻസ് ഉള്ളൊരു തിയേറ്റർ, ഇത്രയും കൂടുതൽ ബുക്കിങ്ങിന് റഷുള്ളൊരു തിയേറ്റർ, അത് വേറെ എവിടെയും ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ചില തിയേറ്ററുകളിനെ ടെക്നിക്കലിയോ എന്താ പറയുക ഭയങ്കര മോഡേൺ സംഭവങ്ങളുണ്ട് എന്നൊക്കെ അവകാശപ്പെട്ട് പല കാര്യങ്ങളും പറയാം. പക്ഷേ എങ്കിലും രാഗം എന്താണെന്ന് തൃശ്ശൂർക്കാരോട് ചോദിച്ചാൽ അറിയാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓണർഷിപ്പ് ഒരു ചേഞ്ചിങ്ങിനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സത്യം തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു 6-7 വർഷമായിട്ട് ഇത് നടത്തുമ്പോൾ ഞാനും ഇതിൻ്റെ ഓണറും ബിൽഡിംഗ് ഓണറുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് പ്രകാരം എനിക്ക് അഡ്വാൻസിൻ്റെ ഒരു വലിയൊരു സംഭവം നമുക്ക് ബാലൻസ് നിൽപ്പുണ്ട്. അത് അദ്ദേഹം ഇതുവരെ സെറ്റിൽ ചെയ്ത് ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക, തീർച്ചയായിട്ടും ഓണർഷിപ്പ് ചേഞ്ച് ആവും എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ അവിടുത്തെ ഒരു സ്റ്റിൽ പൊസിഷൻ. ഇപ്പോൾ അതൊരു ഫ്രീസിങ് പൊസിഷനിലാണ് നിൽക്കുന്നത്. I can't take